നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ADMന്റെ മരണം, PP ദിവ്യയുടെ ജാമ്യാപേക്ഷയിൽ വിധി വെള്ളിയാഴ്ച. കോടതിയിൽ നടന്നത് ശക്തമായ വാദപ്രതിവാദങ്ങൾ. ADM കൈക്കൂലി വാങ്ങിയെന്ന ആരോപണത്തിൽ ഉറച്ച് ദിവ്യ. മോക്ക് ഡ്രില്ലിൽ അമ്പരന്ന് അഴീക്കോട് നിവാസികൾ. സുനാമി ജാഗ്രതാ മുന്നറിയിപ്പും ഒഴിപ്പിക്കലും തീരദേശത്ത് പരിഭ്രാന്തി. 1 മണിക്കൂറിലേറെ നീണ്ട മോക്ക് ഡ്രിൽ ഏകോപനവും ജനപങ്കാളിത്തവും കൊണ്ട് ശ്രദ്ധേയം. കോസ്റ്ററിക്കൻ യാത്രാ സംഘത്തിന് കോർപ്പറേഷനിലും യൂണിവേഴ്സിറ്റിയിലും സ്വീകരണം. യാത്ര ലോക സമാധാനത്തിനും അഹിംസക്കുമായി. പര്യടനം 2025 ജനുവരി 1 അവസാനിക്കും. വാർത്തകൾ വിശദമായി. ADMന്റെ മരണത്തിൽ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തപ്പെട്ട് ജയിലിൽ കഴിയുന്ന ജില്ലാ പഞ്ചായത്ത് മുൻ അധ്യക്ഷ PP ദിവ്യയുടെ ജാമ്യാപേക്ഷയിൽ തലശ്ശേരി ജില്ലാ കോടതി വെള്ളിയാഴ്ച വിധി പറയും. ഇന്ന് ദിവ്യയുടെയും പ്രോസിക്യൂഷന്റെയും ADMന്റെ കുടുംബത്തിന്റെയും വാദം കേട്ട ശേഷം കേസ് വിധി പറയാനായി മാറ്റുകയായിരുന്നു. ADM കൈക്കൂലി വാങ്ങിയെന്ന വാദത്തിൽ ഉറച്ചാണ് ദിവ്യയുടെ അഭിഭാഷകൻ വാദിച്ചത്. കൈക്കൂലി നൽകിയതിനാണ് പ്രശാന്തിനെ ജോലിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തതെന്നും ADM പ്രശാന്തിനെ ഫോണിൽ വിളിച്ച് സംസാരിച്ചുവെന്നും ഇരുവരും തമ്മിൽ കണ്ടുവെന്നും ഇതിന്റെ ദൃശ്യങ്ങൾ KTDCയുടെ ഹോട്ടലിൽ നിന്ന് ശേഖരിക്കണമെന്നും ദിവ്യ ആവശ്യപ്പെട്ടു. 5-ാം തീയതി പ്രശാന്ത് സഹകരണ ബാങ്കിൽ നിന്നും 1 ലക്ഷം രൂപ സ്വർണ്ണ വായ്പയെടുത്തതായും 6-ാം തീയതി ADMും പ്രശാന്തും ഒരേ ടവർ ലൊക്കേഷനിൽ ഉണ്ടായതായും സാഹചര്യ തെളിവായി പരിഗണിച്ച് ജാമ്യം അനുവദിക്കണമെന്നാണ് ദിവ്യയുടെ അഭിഭാഷകൻ അഡ്വക്കേറ്റ് K. വിശ്വൻ കോടതിയിൽ ആവശ്യപ്പെട്ടത്. PP ദിവ്യയുടെ ജാമ്യാപേക്ഷ ഇന്ന് പരിഗണിക്കുകയുണ്ടായി. ഈ പരിഗണനാ സമയത്ത് മരണപ്പെട്ട നവീൻ ബാബുവിൻ്റെ ഭാര്യയ്ക്ക് വേണ്ടിയുള്ള അഭിഭാഷകരും അതുപോലെ പ്രോസിക്യൂട്ടറും ഹാജരായിരുന്നു. ഈ കേസിനെ സംബന്ധിച്ചുള്ള വിശദമായ വാദമാണ് ഇപ്പോൾ നടന്നിട്ടുള്ളത്. ഞങ്ങൾ ആദ്യം മുതൽ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പ്രശാന്ത് ബാബുവിൽ നിന്ന് കിട്ടിയ ഇൻഫർമേഷൻ്റെ അടിസ്ഥാനത്തിലാണ് നവീൻ ബാബു ഉള്ള യോഗത്തിൽ ഈ കാര്യം സംസാരിക്കാൻ ഇടവന്നത് എന്നാണ്. ആ കാര്യത്തെ സാധൂകരിക്കുന്ന നിരവധിയായ ശാസ്ത്രീയ തെളിവുകളാണ് ഇന്ന് കോടതി മുമ്പാകെ ഹാജരാക്കിയിട്ടുള്ളത്. അപ്രതിരോധ്യമായ ഈ തെളിവുകൾ PP ദിവ്യയുടെ വാദത്തെ പൂർണ്ണമായി ബലപ്പെടുത്തുന്നതാണ്. ഫോൺ വിളിച്ചാൽ കൈക്കൂലി വാങ്ങിയെന്നാകുമോ എന്ന് പ്രോസിക്യൂഷൻ മറുവാദത്തിൽ ചോദിച്ചു. കൈക്കൂലി ആരോപണം മാത്രമല്ല, പ്രശാന്തിനെതിരെ നടപടിക്ക് അച്ചടക്ക ലംഘനവും കാരണമായി. ADMും പ്രശാന്തും ഫോണിൽ സംസാരിച്ചത് എങ്ങനെ കൈക്കൂലി വാങ്ങിയതിന്റെ തെളിവാകും? പ്രശാന്ത് ബാങ്കിൽ നിന്നും വായ്പയെടുത്തത് കൈക്കൂലി നൽകാനാണെന്ന് പറയാൻ തെളിവെന്താണ്? കൈക്കൂലി നൽകിയതെന്ന് പ്രശാന്തിന്റെ ആരോപണം മാത്രമാണ്. 19-ാം വയസ്സിൽ സർവീസിൽ പ്രവേശിച്ച നവീൻ ബാബുവിനെ കുറിച്ച് കൈക്കൂലി ആരോപണങ്ങൾ ഉണ്ടായിട്ടേയില്ല എന്നും അഭിഭാഷകൻ വാദിച്ചു. ADMന്റെ മരണത്തിൽ ദിവ്യയെ അറസ്റ്റ് ചെയ്യാതെ പോലീസ് ഒളിച്ചുകളിച്ചെന്ന് മരിച്ച നവീൻ ബാബുവിന്റെ കുടുംബം വാദിച്ചിട്ടുണ്ട്. ADMന്റെ ഭാര്യയുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയിട്ടില്ല. 2 തവണ നോട്ടീസ് നൽകിയിട്ടും ദിവ്യ അന്വേഷണത്തോട് സഹകരിച്ചില്ല. ആത്മഹത്യയിലേക്ക് നയിക്കണമെന്ന ഉദ്ദേശം ദിവ്യക്കുണ്ടായിരുന്നില്ലെന്ന വാദം തെറ്റാണ്. ADM കുറ്റസമ്മതം നടത്തിയെന്ന ആരോപണം കളക്ടർ നിഷേധിച്ചിരുന്നു. കളക്ടർ സൗഹൃദത്തോടെ പെരുമാറുന്ന ആളല്ല. മാനസിക അടുപ്പമില്ലാത്ത കളക്ടറോട് കുറ്റസമ്മതം നടത്തിയെന്ന ആരോപണം തെറ്റാണെന്നും നവീന്റെ കുടുംബം ആരോപിച്ചു. കളക്ടറുടെ മൊഴി ദിവ്യയുമായി ചേർന്നുള്ള ഗൂഢാലോചനയുടെ ഭാഗമാണെന്നും കളക്ടറുടെ ഫോൺ രേഖകൾ പരിശോധിക്കണമെന്നും കുടുംബത്തിന്റെ അഭിഭാഷകൻ പറഞ്ഞിട്ടുണ്ട്. മുംബൈ എന്റർടൈൻമെന്റ് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഇന്ത്യ പുരസ്കാരം ഡോക്ടർ CV രഞ്ജിത്തിന്. ഡോക്ടർ CV രഞ്ജിത്ത് സംവിധാനവും സംഗീത സംവിധാനവും നിർവഹിച്ച വന്ദേ മാതരം എ ഫീൽ ഓഫ് പാട്രിയോട്ടിസം എന്ന ഗാനത്തിലൂടെയാണ് ഡോക്ടർ CV രഞ്ജിത്ത് പുരസ്കാരത്തിന് അർഹനായത്. മികച്ച സംവിധാനം, മികച്ച സംഗീത സംവിധാനം, മികച്ച മ്യൂസിക് വീഡിയോ എന്നീ വിഭാഗങ്ങളിലാണ് ഡോക്ടർ CV രഞ്ജിത്തിന് പുരസ്കാരം സ്വന്തമാക്കിയിരിക്കുന്നത്. ലോകമെമ്പാടുമുള്ള വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള മികച്ച 500-ലേറെ മാധ്യമങ്ങളിൽ തരംഗമായിരുന്നു. പുരോഗമന കലാസാഹിത്യ സംഘം എടക്കാട് മേഖലാ കമ്മിറ്റി ചക്കരക്കല്ലിൽ സാംസ്കാരിക സദസ്സ് നടത്തി. പ്രൊഫസർ MM നാരായണൻ ഉദ്ഘാടനം ചെയ്തു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു ഭാഗത്ത്, കുമിതാൻ പക്ഷി മറ്റൊരു ഭാഗത്ത്. 2 സൈന്യമാണ്. ഒന്ന് റെഡ് ആർമി, മറ്റൊരു വൈറ്റ് ആർമി. ആ റെഡ് ആർമി ഇപ്പോഴും ചൈനീസ് ഭരണത്തിന് റെഡ് ആർമി തന്നെ പറഞ്ഞു. ആ റെഡ് ആർമിയുടെ 100ാം വാർഷികം വരാൻ പോവുകയാണ് ഈ 2027 ചൈനീസ് റെഡ് ആർമിയുടെ 100ാം വാർഷികം വന്നത്. അപ്പോൾ ആ ചൈനീസ് റെഡ് ആർമിയുടെ നേതൃത്വത്തിലും
കൊമിന്താങ് ചിയാങ് കൈഷക്കിന്റെ വൈറ്റ് ആർമി തമ്മിൽ ആഭ്യന്തര യുദ്ധം നടക്കുന്ന സമയത്ത് ഈ കാടുകളിലും മലഞ്ചെരുവുകളിലും ഇവിടെ ചൈന എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ഇപ്പൊ തന്നെ വളരെ പ്രമോദ് വെള്ളച്ചാൽ അധ്യക്ഷനായി. നാരായണൻ കാവുമ്പായി, ടി പി വേണുഗോപാലൻ, ടി കെ ഡി മുഴപ്പിലങ്ങാട്, എം കെ മുരളി, കെ വി അജിത് കുമാർ, പ്രൊഫസർ കെ വത്സലൻ, പി ശ്രീധരൻ നമ്പ്യാർ, കെ ഗീത, അനൂപ് ബാവോട് എന്നിവർ സംസാരിച്ചു. സംസ്ഥാന മലയാള പുരസ്കാരം നേടിയ ജനു ആയ്ചൻ കണ്ടിയെയും എടക്കാട് മേഖലയിലെ എഴുത്തുകാരെയും അനുമോദിച്ചു. എഴുത്തുകാരുടെ സംഗമവും പുസ്തക പ്രകാശനവും നടന്നു. എഴുത്തുകാരുടെ സംഗമം പുരോഗമന കലാസാഹിത്യ സംഘം ജില്ലാ പ്രസിഡന്റ് ടി പി വേണുഗോപാലൻ ഉദ്ഘാടനം ചെയ്തു. സി കെ കുഞ്ഞിരാമൻ അധ്യക്ഷനായി. ചിത്രകാരന്മാരുടെ ഫാസിസ്റ്റ് വിരുദ്ധ ചിത്രരചനയും ഉണ്ടായി. എഴുത്ത് എടക്കാട് എന്ന പേരിൽ മേഖലയിലെ മുഴുവൻ എഴുത്തുകാരെ കുറിച്ചുള്ള ചെറുവിവരണങ്ങളും കഥകളും കവിതകളും ഉൾക്കൊള്ളിച്ച സോവനീർ എം കെ മുരളിക്ക് നൽകി പ്രൊഫസർ എം എം നാരായണൻ പ്രകാശനം ചെയ്തു. പി ഭാസ്കരന്റെ ഗാനങ്ങളും കവിതകളും ചേർത്ത് അവതരിപ്പിച്ച ഗാനസ്മൃതിയുമുണ്ടായി. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. കൂടാളി ഹൈസ്കൂൾ 1980 SSLC ബാച്ച് ഒപ്പം കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ FRCP അംഗീകാരം ലഭിച്ച സഹപാഠി ഡോക്ടർ അനിൽകുമാറിന് ആദരവും ഉന്നത വിജയം കൈവരിച്ച ഒപ്പം സഹപാഠികളുടെ മക്കൾക്കായുള്ള ഉപഹാര സമർപ്പണവും നടന്നു. കൂടാളി പൊതുജന വായനശാല ഹാളിൽ വെച്ച് നടന്ന പരിപാടി സീനിയർ കൺസൾട്ടന്റ് ആൻഡ് യൂറോളജി ഡോക്ടർ എ രാജീവൻ ഉദ്ഘാടനം ചെയ്തു. കൂടെയുള്ള അത്തരം നേട്ടം കിട്ടി എന്ന് പറഞ്ഞാൽ വലിയൊരു സന്തോഷമുണ്ടാകും. പിന്നെ അത് ഓർമ്മകൾ എന്ന് പറയുന്നത് 10th സ്റ്റാൻഡേർഡിന്റെ തൊട്ടടുത്ത് വേണുഗോപാൽ നമ്മളെ നേരത്തെ ഒപ്പം പ്രസിഡന്റ് പി വി രമേശൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി എൻ കെ മുരളീജിത്ത് സ്വാഗതം പറഞ്ഞു. സി അബ്ദുൽ ഖാദർ, എ കെ സുരേന്ദ്രൻ, എ പി എം രമാദേവി, എ സുരേന്ദ്രനാഥ്, പി അനിത, എൻ പി പത്മജ, വി ഹരീന്ദ്രൻ, ഇ രാജീവൻ, വി പി നസീമുദ്ദീൻ, കെ രാജീവൻ, സുധാകരൻ ഒതയോത്ത്, ഡോക്ടർ അനിൽകുമാർ, കെ പി രമേശൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. ഇനിയൊരു ഇടവേളക്ക് മുൻപായി പ്രധാന വാർത്തകൾ. ADMന്റെ മരണം, PP ദിവ്യയുടെ ജാമ്യാപേക്ഷയിൽ വിധി വെള്ളിയാഴ്ച. കോടതിയിൽ നടന്നത് ശക്തമായ വാദപ്രതിവാദങ്ങൾ. ADM കൈക്കൂലി വാങ്ങിയെന്ന ആരോപണത്തിൽ ഉറച്ച് ദിവ്യ. മോക്ഡ്രില്ലിൽ അമ്പരന്ന് അഴീക്കോട് നിവാസികൾ. സുനാമി ജാഗ്രതാ മുന്നറിയിപ്പും ഒഴിപ്പിക്കലും തീരദേശത്ത് പരിഭ്രാന്തി. 1 മണിക്കൂറിലേറെ നീണ്ട മോക്ഡ്രിൽ ഏകോപനവും ജനപങ്കാളിത്തവും കൊണ്ട് ശ്രദ്ധേയം. കോസ്റ്ററിക്കൻ യാത്രാ സംഘത്തിന് കോർപ്പറേഷനിലും യൂണിവേഴ്സിറ്റിയിലും സ്വീകരണം. യാത്ര ലോക സമാധാനത്തിനും അഹിംസക്കുമായി. പര്യടനം 2025 ജനുവരി 1 അവസാനിക്കും. പറഞ്ഞ തുക മുഴുവനുണ്ട്, വേണ എണ്ണി നോക്കിക്കോളൂ. അത് കുഴപ്പമില്ല. നീ പോലെ മേക്കപ്പ് ആർട്ടിസ്റ്റൊക്കെയായി നന്നായി സമ്പാദിക്കുന്നുണ്ടല്ലോ. എന്ത് ചെയ്യാനാ മോളെ, ജീവിക്കണ്ടേ? കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഇത്തരം വർക്ക്സ് ഒക്കെ ചെയ്യാൻ പറ്റും. അതിന് എക്സ്പീരിയൻസ് ഒക്കെ വേണ്ടേ? പെർഫെക്റ്റ് ട്രെയിനിങ് കിട്ടുന്നുണ്ടെങ്കിൽ എല്ലാം സിമ്പിൾ അല്ലേ? കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ തന്നെ സമ്പാദിക്കാൻ പറ്റുന്ന രീതിയിലാണ് GITD അവരുടെ ഓരോ സിലബസും ട്രെയിനിങ്ങും എല്ലാം ക്രമീകരിച്ചിട്ടുള്ളത്. Professional Diploma in Fashion Designing, Advanced Diploma in Fashion Designing and Diploma in Fashion Designing. Professional Diploma in Beautician and Cosmetology, Advanced Diploma in Beautician and Cosmetology and Diploma in Beautician. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് കോഴ്സ്, കൂടാതെ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ക്ലാസുകൾ. GITD തൊഴിൽ പരിശീലനത്തിലൂടെ സ്ത്രീ ശാക്തീകരണം. GITD എന്റെ അഭിമാനം, എന്റെ മേൽവിലാസം.
കോട്ടയ്ക്കൽ മഹാറാണി ജ്വല്ലേഴ്സ്, ബാങ്ക് റോഡ് കണ്ണൂർ, AVK നായർ റോഡ് തലശ്ശേരി, MO റോഡ് തൃശൂർ. വൈ മൈജി കേരളം ഒന്നടങ്കം എന്തുകൊണ്ടാണ് മൈജി ചൂസ് ചെയ്യുന്നത്? മൈജി ആയിട്ടൊരു സ്മാർട്ട് ടിവിയിൽ തുടങ്ങിയ ബന്ധം. റെഫ്രിജറേറ്ററും AC ഒക്കെ വാങ്ങാൻ തീരുമാനിച്ചപ്പോഴും വേറൊന്നും മനസ്സിൽ വന്നില്ല. ഇതിപ്പോ മോക്ക് വേണ്ടി ഒരു പുതിയ വാഷിംഗ് മെഷീൻ നോക്കാൻ വന്നത്. നമ്മുടെ ബജറ്റിനും ആവശ്യത്തിനും അനുസരിച്ച് തെരഞ്ഞെടുക്കാവുന്ന ബ്രാൻഡുകളുടെ അതിവിശാലമായ വൻ നിര തന്നെയുള്ളപ്പോ വേറൊന്നിനെ കുറിച്ച് ചിന്തിക്കാനേ എനിക്ക് പറ്റില്ല. കേരളത്തിന് ഒരേ ഒരു ചോയ്സേ ഉള്ളൂ, മൈജി ഫ്യൂച്ചർ. മൈജി കേരളാസ് ഫസ്റ്റ് ചോയ്സ്. വീണ്ടും വാർത്തയിലേക്ക്. അഴീക്കോട് ഗ്രാമപഞ്ചായത്തിൽ സുനാമി പ്രതിരോധ തയ്യാറെടുപ്പിന്റെ ഭാഗമായി മോക്ക് ഡ്രിൽ സംഘടിപ്പിച്ചു. സുനാമി റെഡി പദ്ധതിയുടെ ഭാഗമായി മോക്ക് ഡ്രിൽ ഉണ്ടാകുമെന്ന് അറിയാമെങ്കിലും സംവിധാനങ്ങളെല്ലാം നേരിൽ കണ്ട അങ്കലാപ്പിലായിരുന്നു ജനങ്ങൾ. പരിപാടി ഏകോപനവും ജനപങ്കാളിത്തവും കൊണ്ട് ശ്രദ്ധേയമായി. സുനാമി മുന്നറിയിപ്പുമായി അനൗൺസ്മെന്റ് വാഹനം അഴീക്കോട് ഗ്രാമപഞ്ചായത്തിലൂടെ കടന്നുപോയതോടെ ആദ്യമൊന്ന് ശങ്കിച്ചെങ്കിലും പെട്ടെന്ന് തന്നെ 1-ാം വാർഡിലെ ലൈറ്റ് ഹൌസ് ഗ്രൌണ്ടിൽ പ്രദേശവാസികൾ തടിച്ചുകൂടി. സുനാമി റെഡി പദ്ധതിയുടെ ഭാഗമായി മോക്ക് ഡ്രിൽ ഉണ്ടാകുമെന്ന് അറിയാമായിരുന്നുവെങ്കിലും സംവിധാനങ്ങളെല്ലാം നേരിട്ട് കണ്ട അങ്കലാപ്പിലായിരുന്നു ജനങ്ങൾ. 1 മണിക്കൂർ നീണ്ട രക്ഷാപ്രവർത്തനത്തിനും ഒഴിപ്പിക്കൽ നടപടികൾക്കും നൂറുകണക്കിന് ആളുകൾ സാക്ഷിയായി. മോക്ക് ഡ്രില്ലിന്റെ ഭാഗമായി രാവിലെ 10:03 ഇന്തോനേഷ്യൻ തീരങ്ങളിൽ 9.3 തീവ്രതയിൽ ഭൂമികുലുക്കം ഉണ്ടായതിന്റെ ഫലമായി കേരള കടൽ തീരങ്ങളിൽ ജലനിരപ്പ് ഉയരാൻ സാധ്യതയുണ്ടെന്നും അഴീക്കോട് ഗ്രാമപഞ്ചായത്തിലെ ജനങ്ങൾ ജാഗരൂകരാകാനും ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ജില്ലാ എമർജൻസി ഓപ്പറേഷൻ സെന്ററിൽ നിന്നും കണ്ണൂർ താലൂക്ക് എമർജൻസി ഓപ്പറേഷൻ സെന്ററിലേക്ക് അപകട സാധ്യതാ സന്ദേശം ലഭിച്ചത്. തുടർന്ന് അഴീക്കോട് വില്ലേജ് ഓഫീസിലേക്കും അഴീക്കോട് ഗ്രാമപഞ്ചായത്തിലേക്കും വിവരം കൈമാറി. ജനങ്ങളോട് ജാഗ്രത പുലർത്താനും ബീച്ചുകളിലേക്കുള്ള സന്ദർശനം ഒഴിവാക്കാനും നിർദ്ദേശിച്ചു. മൈക്ക് അനൗൺസ്മെന്റ് വഴി തീരദേശവാസികൾക്ക് സുരക്ഷിതരായി അസംബ്ലി പോയിന്റിൽ എത്തിച്ചേരാനുള്ള നിർദ്ദേശവും നൽകി. കിട്ടിക്കഴിഞ്ഞാൽ അതിനനുസരിച്ച് പെട്ടെന്ന് തന്നെ വീട് കയ്യിൽ കിട്ടാവുന്ന സംവിധാനങ്ങൾ എടുത്ത് നമ്മൾ പുറത്തിറങ്ങുക എന്നുള്ളതാണ് ഈ മോക്ക് ഡ്രില്ല് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, പലപ്പോഴും പല ദുരന്തങ്ങളും മുന്നറിയിപ്പിന്റെ ഭാഗമായി കിട്ടിക്കഴിഞ്ഞാൽ പോലും നമ്മൾ കരുതേണ്ട പ്രധാനപ്പെട്ട നമ്മൾ കയ്യിൽ കരുതേണ്ട പല സാധനങ്ങളും നമ്മൾ എടുക്കാറില്ല. നമ്മൾ അതിനു വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം ഒരുക്കാറുമില്ല. പക്ഷെ അത് നമുക്ക് ഇത്തവണ ഇനിയെങ്കിലും നമുക്ക് ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മളെ കയ്യിൽ വരേണ്ട പ്രധാനപ്പെട്ട വിവരങ്ങൾ, അതായത് നമ്മുടെ ആധാർ പോലുള്ള സംവിധാനങ്ങൾ നമ്മൾ നിർബന്ധമായി നമ്മൾ കരുതി വെക്കണം. അഞ്ചരക്കണ്ടി ഗ്രാമപഞ്ചായത്ത് 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വയോജന സംഗമവും പഞ്ചായത്ത് തല വയോജന ക്ലബ്ബ് രൂപീകരണവും കണ്ണാടി വെളിച്ചം കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ വച്ച് നടന്നു. അഞ്ചരക്കണ്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KP ലോഹിതാക്ഷൻ ഉദ്ഘാടനം ചെയ്തു. ഒരു സന്തോഷം എല്ലാവർക്കും പ്രദാനം ചെയ്യുക എന്ന ഉദ്ദേശത്തോടെയാണ് കേരള ഗ്രാമപഞ്ചായത്ത് അസോസിയേഷന്റെ നിർദ്ദേശാനുസരണം ഇതുപോലെ എല്ലാ പഞ്ചായത്തുകളിലും ആദ്യഘട്ടത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട പഞ്ചായത്തുകളിൽ വയോജന ക്ലബ്ബുകൾ, അതുപോലെ തന്നെ വാർഡ് തലത്തിലും അയൽക്കൂട്ട തലത്തിലും വയോജനങ്ങൾ കൂടിച്ചേരുന്നതിനും കാര്യങ്ങൾ പരസ്പരം ആശയവിനിമയം നടത്തുന്നതിനും ആവശ്യമായ സംവിധാനം ഒരുക്കുക എന്നതിന്റെ നിർദ്ദേശം അനുസരിച്ചാണ് കഴിഞ്ഞ മാസം ജില്ലാ അടിസ്ഥാനത്തിൽ നമ്മുടെ ജില്ലയിലെ 10-15ഓളം വരുന്ന ഗ്രാമപഞ്ചായത്തിലെ ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ടൊരു ശില്പശാല നടത്തിയിട്ടുണ്ടായി. ആ ശില്പശാലയിൽ വന്നിട്ടുള്ള നിർദ്ദേശത്തിന്റെ ഭാഗമായിട്ടാണ് ഇതുപോലെ എല്ലാ പഞ്ചായത്തിനകത്തും, ഈ പറഞ്ഞ പഞ്ചായത്തിനകത്ത് യോഗം വിളിച്ചു ചേർത്ത് കാര്യങ്ങൾ പ്ലാൻ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുള്ളത്. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ CK അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. ICDS സൂപ്പർവൈസർ ജിൻഷ സ്വാഗതം പറഞ്ഞു. കില പ്രതിനിധി മദൻ മോഹൻ പദ്ധതി വിശദീകരണം നടത്തി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രതിനിധികളായ M രമേശൻ, PM മോഹനൻ മാസ്റ്റർ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ EK സരിത തുടങ്ങിയവർ സംസാരിച്ചു. വയോജനങ്ങൾക്ക് ആരോഗ്യ പരിശോധന, വയോജനങ്ങളുടെ വിവിധ കലാപരിപാടികൾ എന്നിവയും നടന്നു. പയ്യന്നൂരിലെ ജംഗ്ഷൻ വികസനവുമായി ബന്ധപ്പെട്ട് വ്യാപാരികളുടെ സംരക്ഷണം ഉറപ്പുവരുത്തുന്നതിനു വേണ്ടി കൺവെൻഷൻ സംഘടിപ്പിച്ചു. യാതൊരു മാനദണ്ഡവുമില്ലാതെ വ്യാപാരികളെ കൂടി ബോധ്യപ്പെടുത്താതെ വികസനത്തിന്റെ പേരിൽ മാർക്ക് ചെയ്തതിനെ ശക്തമായി എതിർക്കുന്നതായി കേരള വ്യാപാരി വ്യവസായ ഏകോപന സംസ്ഥാന ജനറൽ സെക്രട്ടറി ദേവസ്യ മേച്ചേരി പറഞ്ഞു. വികസനത്തിന് നമ്മൾ ആരും എതിരല്ല എന്ന് അദ്ദേഹം പറഞ്ഞു. അംഗങ്ങളുടെ എണ്ണം വർധനമുള്ള ഒരു പ്രദേശമായി പയ്യന്നൂരെ മാറ്റിമറിക്കുന്നതിൽ നിർണായകമായ സ്വാധീനവും പങ്കും വഹിച്ചിട്ടുള്ള 500-ൽ പരം വരുന്ന വ്യാപാര സ്ഥാപനങ്ങൾ ഒരു വികസനത്തിന്റെ പേരിൽ അവരെങ്ങോട്ടേക്ക് പോകണം, അവരുടെ ഭാവി എന്തായിരിക്കണം, അവരുടെ തൊഴിൽ എങ്ങനെ ചെയ്യണം എന്ന്
നിരവധി വർഷങ്ങളായി വ്യാപാരം ചെയ്യുന്ന വ്യാപാരികളെ കൂടി വിശ്വാസത്തിലെടുത്തുകൊണ്ട് അവരുടെ പ്രശ്നങ്ങൾ കൂടി പരിഹരിച്ചതിനു ശേഷം മാത്രമേ ഇതുപോലുള്ള വികസന പരിപാടികൾ നടപ്പിലാക്കാവൂ എന്ന് അധികൃതരോട് കൺവെൻഷൻ ആവശ്യപ്പെട്ടു. വി.പി. കുഞ്ഞപ്പന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ പയ്യന്നൂരിലെ രാഷ്ട്രീയ വ്യാപാരി തൊഴിലാളി നേതാക്കളുടെയും സംയുക്ത യോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വിവിധ രാഷ്ട്രീയ രംഗത്തെ പ്രമുഖ നേതാക്കളായ പി. സന്തോഷ്, എ. പി. നാരായണൻ, കെ. ജയരാജ്, കെ. ടി. സഹദുള്ള, കെ. വി. ബാബു, പനക്കീൽ ബാലകൃഷ്ണൻ, എൻ. കെ. ഭാസ്കരൻ തുടങ്ങിയവരും കെ. വി. ബാലകൃഷ്ണ പൊതുവാൾ, വി. പി. സുമിത്രൻ, വി. ബാലൻ, കെ. പി. സഹദേവൻ, വി. പി. മനോഹരൻ, കെ. ബാബുരാജ്, കെ. മോഹനൻ തുടങ്ങിയവരും സംസാരിച്ചു. ആക്ഷൻ കമ്മിറ്റി കോർഡിനേറ്ററായി കെ. യു. വിജയകുമാറിനെയും ചെയർമാനായി കെ. പി. ബാലകൃഷ്ണ പൊതുവാളിനെയും ജനറൽ കൺവീനറായി വി. പി. സുമിത്രൻ തുടങ്ങി വിവിധ രാഷ്ട്രീയ വ്യാപാര തൊഴിലാളി രംഗത്തെ നേതാക്കളെ ഉൾപ്പെടുത്തിക്കൊണ്ട് വിപുലമായ കമ്മിറ്റിയാണ് രൂപീകരിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട് വ്യാപാരികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അധികൃതർക്ക് നിവേദനങ്ങൾ നൽകുവാനും തീരുമാനിച്ചിട്ടുണ്ട്. ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് കെ. യു. വിജയകുമാർ സ്വാഗതവും ജനറൽ സെക്രട്ടറി വി. നന്ദകുമാർ നന്ദിയും രേഖപ്പെടുത്തി. സമാധാനത്തിനും അഹിംസയ്ക്കുമായി ഒക്ടോബർ 2-ന് കോസ്റ്ററിക്കയിൽ നിന്നും പുറപ്പെട്ട ലോകയാത്രാംഗങ്ങൾക്ക് കണ്ണൂർ കോർപ്പറേഷനിൽ സ്വീകരണം നൽകി. വേൾഡ് മാർച്ച് ആഗോള തലവൻ റാഫേൽ ഡി ല റൂബിയ, ഡിഗോ മൗണ്ടെയിൽ വാൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇന്നലെ കണ്ണൂരിൽ എത്തിച്ചേർന്നത്. സംഘങ്ങൾക്ക് കോർപ്പറേഷൻ ഉപഹാരം മേയർ മുസ്ലിഹ് മഠത്തിൽ കൈമാറി. മേയർ മുസ്ലിഹ് മഠത്തിൽ സ്ഥിരം സമിതി അധ്യക്ഷരായ സുരേഷ് ബാബു എളിയാവൂർ, ഷാഹിന മൊയ്തീൻ, ഷമീമ ടീച്ചർ, കൌൺസിലർ കൂക്കിരി രാജേഷ്, അഷ്റഫ് ചിറ്റുളി, പി. വി. ജയസൂര്യൻ, എ. കുഞ്ഞമ്പു, കോർപ്പറേഷൻ സെക്രട്ടറി ടി. അജേഷ് എന്നിവർ സംസാരിച്ചു. ലോക സമാധാനത്തിന് വേണ്ടി ഒരു വലിയ സാഹസികമായ ഒരു യാത്രയാണ് ഇതിൽ നടത്തുന്നത്. സമാധാനത്തിനുള്ള സന്ദേശങ്ങൾ ലോകത്തെമ്പാടും പ്രചരിപ്പിച്ചുകൊണ്ട് ഇന്ന് നമ്മുടെ ലോകത്ത് വിവിധങ്ങളായ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഓരോ ദിവസവും ഓരോ സ്ഥലത്തുമുള്ള പ്രശ്നങ്ങൾ, വിദേശ സ്ഥലങ്ങൾ, ദേശീയ മധ്യ ദേശീയമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധങ്ങൾ നമുക്ക് പറയാതെ തന്നെ അറിയാം. ഓരോ ദിവസവും മരണപ്പെടുന്നവർ, പിഞ്ചു കുട്ടികൾ മുതൽ വിദ്യാർത്ഥികൾ മുതൽ സ്ത്രീകൾ തുടങ്ങി ഓരോരുത്തരും മരണപ്പെടുക. അതൊക്കെ മരണപ്പെടുന്നവർക്ക് ഞാനൊക്കെ എന്തിനാണ് മരിക്കുന്നത് എന്ന് പോലും അറിയില്ല എന്നുള്ളതാണ് വാസ്തവം. അങ്ങനെ ഓരോരുത്തരും മരിച്ചു വീഴുമ്പോൾ സ്വാഭാവികമായും അവരൊക്കെ ഈ രാജ്യത്ത് ജീവിക്കേണ്ട അർഹതപ്പെട്ട ആളുകൾ അത് അങ്ങനെ ഒരു മരണപ്പെടുമ്പോൾ അതിനെയുള്ള ഒരു ഉത്കണ്ഠ പ്രകടിപ്പിച്ചുകൊണ്ട് നമ്മുടെ രാജ്യം, നമ്മുടെ ലോകത്ത് തന്നെ സമാധാനം ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. സമാധാനം ഉണ്ടെങ്കിലേ രാജ്യത്തിനും ലോകത്തിനുമൊക്കെ പുരോഗതിയുള്ളൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് സമാധാനത്തിന് വേണ്ടിയിട്ടുള്ള യാത്രയാണ്. വേൾഡ് മാർച്ച് ആഗോള തലവൻ റാഫേൽ ഡിലുറാബിയ, ഡിഗോ മൗണ്ടെയിൽ വാൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇന്നലെ കണ്ണൂരിൽ എത്തിച്ചേർന്നത്. Thank you very much. These are all very interesting news for us and very touching. Acabamos de venir de la casa de Gandhi y venimos durante mucho tiempo repitiendo la no violencia, la no violencia, la no violencia desde que esta marcha comenzó en Costa Rica. So we just come from Gandhi Mandir and we keep saying the same about non-violence, non-violence, non-violence from the very beginning in Costa Rica. സംഘാംഗങ്ങൾക്ക് കോർപ്പറേഷന്റെ ഉപഹാരം മേയർ മുസ്ലിഹ് മഠത്തിൽ കൈമാറി. നേപ്പാൾ പ്രതിനിധി തുളസി, തമിഴ്നാട്ടിലെ അഡ്വക്കേറ്റ് മെയ്യപ്പൻ എന്നിവരും സംസാരിച്ചു. പി. കെ. പ്രേമരാജൻ, ടി. പി. ആർ. നാഥ്, കെ. പി. രവീന്ദ്രൻ, മാത്തിൽ പ്രദീപൻ, ആർട്ടിസ്റ്റ് ശശികല, മോഹനൻ പൊന്നമ്പേത്ത്, ബി. എസ്. ബാസി തുടങ്ങിയവരും സംഘത്തെ അനുഗമിച്ചു. പര്യടനം 2025 ജനുവരി 1-ന് കോസ്റ്റോറിക്കയിൽ തന്നെ സമാപിക്കും. ലോകസമാധാനത്തിന് വേണ്ടി വേൾഡ് പീസ് പ്രൊമോഷൻ ടീം നയിക്കുന്ന 3ാമത് വേൾഡ് മാർച്ച് കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലും എത്തി. വൈസ് ചാൻസലർ കെ. കെ. സാജിമിന്റെ നേതൃത്വത്തിൽ ടീമിനെ സ്വീകരിച്ചു. സ്പെയിനിൽ നിന്നുള്ള റാഫേൽ ഡി ല റൂബിയ ആണ് ലീഡർ. സ്പെയിനിൽ നിന്നുള്ള ഡീഗോ മോൺട്രൽ ബാൻ, നേപ്പാളിൽ നിന്നുള്ള തുളസി മായ സിഗ്ഡൽ, ഉത്സാഹ അധികാരി, തമിഴ്നാട്ടിൽ നിന്നുള്ള അഡ്വക്കേറ്റ് ഇ. മെയ്യപ്പൻ എന്നിവരും സംഘത്തിലുണ്ട്. So we traveled all South America, Central America up to New York. Ahí tuvimos una reunión con gente de India, representantes de India, Naciones Unidas. So a meeting happened there with Indian representatives of United Nations. Y de ahí pasamos a Bangladesh, teníamos una entrevista con Yunus. So from there we fly to Bangladesh and we had a meeting with Yunus. Pero Yunus está enfermo con algún problema y bueno, se suspendió. Yo conocí a Yunus
en Berlín en el 2019, So- en el 2009. So he met Yunus for the first time in 2009 in Germany, but the meeting was cancelled in Bangladesh because he was feeling sick. കണ്ണൂരിലെ ഗാന്ധിമാർഗ പ്രവർത്തകരായ TPR നാഥ്, മോഹനൻ പൊന്നമ്പേത്ത്, ഡോക്ടർ വിജയൻ ചാലോട്, രഞ്ജിത്ത് സർക്കാർ, ചന്ദ്രബാബു, PK പ്രേമരാജൻ, ആർട്ടിസ്റ്റ് ശശികല, രാജൻ കോരമ്പേത്ത് തുടങ്ങിയവർ സംഘാംഗങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. കേരള NGO യൂണിയൻ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായി സർക്കാർ ഓഫീസുകളിൽ ഹരിതചട്ട പരിപാലനത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം കലക്ട്രേറ്റ് പരിസരത്ത് നടന്നു. ADMC പത്മചന്ദ്രക്കുറുപ്പ് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. അനുബന്ധിച്ചുള്ള ഓഫീസുകളും സിവിൽ സ്റ്റേഷനിലുള്ള മറ്റ് ഓഫീസുകളും ഹരിതചട്ടം പാലിക്കുന്ന ഓഫീസിലായിട്ട് പ്രഖ്യാപിക്കാനുള്ള നടപടികൾ നടന്നു വരികയായിരുന്നു. അപ്പോൾ പ്രാഥമികമായിട്ട് നമ്മൾ നവംബർ 12 ഒരു ടെൻറ്റേറ്റീവ് ഡേറ്റ് ആയിട്ട് എടുത്തിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ ഇലക്ഷനെ സംബന്ധിക്കുന്ന പെരുമാറ്റച്ചട്ടമൊക്കെ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അത് ചിലപ്പോൾ കുറച്ചുകൂടെ അങ്ങോട്ടൊന്ന് നീണ്ടു പോകാൻ സാധ്യതയുണ്ട്. എന്നിരുന്നാലും നവംബർ മാസത്തിൽ തന്നെ സംസ്ഥാനത്ത് ആദ്യമായി നമ്മുടെ കണ്ണൂർ കളക്ട്രേറ്റിലും സിവിൽ സ്റ്റേഷനിലെ മറ്റു ഓഫീസുകളിലും ഹരിതചട്ടം പാലിക്കുന്ന ഓഫീസുകളായി പ്രഖ്യാപിക്കാനുള്ള നടപടികൾ ഉണ്ടാകും എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ എന്തായാലും ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് നല്ല വ്യക്തമായ ധാരണയുണ്ട്. നമ്മൾ ഇരിക്കുന്ന ഓഫീസുകളിലും അതുപോലെ തന്നെ നമ്മൾ പരിചയമുള്ള ഓഫീസുകളിലും നമ്മൾ ഇരിക്കുന്ന ഓഫീസിൽ തന്നെ ആവശ്യമില്ലാത്ത മാലിന്യങ്ങൾ, പേപ്പർ മാലിന്യം, വേസ്റ്റ് മാലിന്യം ഇവയൊക്കെ കുന്നുകൂടുന്നതിനുള്ള സാഹചര്യം ഒഴിവാക്കുക. ആ ഒരു ആശയം നമ്മൾ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് ഇവിടെ നടക്കുന്ന ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായിട്ട് നിങ്ങളുടെ അനുമതിയോടുകൂടി ഉദ്ഘാടനം ചെയ്യുന്നതായിട്ട് പ്രഖ്യാപിക്കുന്നു. നമസ്കാരം. NGO ജില്ലാ പ്രസിഡന്റ് PP സന്തോഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. ഹരിത കേരള മിഷൻ ജില്ലാ കോർഡിനേറ്റർ EK സോമശേഖരൻ പദ്ധതി വിശദീകരിച്ചു. ഹരിതചട്ട പരിപാലനവുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ അടങ്ങിയ പോസ്റ്റർ ADM ജില്ലാ ട്രഷറി ഓഫീസർ ഹൈമയ്ക്ക് കൈമാറി. NGO ജില്ലാ സെക്രട്ടറി N സുരേന്ദ്രൻ, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം AM സുഷമ, KP വിനോദ് എന്നിവർ സംസാരിച്ചു. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അല്ലറയ്ക്കൽ മഹാറാണി ജ്വല്ലേഴ്സ്, ബാങ്ക് റോഡ് കണ്ണൂർ, AVK നായർ റോഡ് തലശ്ശേരി, MO റോഡ് തൃശൂർ. സ്വർണം ഗ്രാമിന് 7355, പവന് 58,840, വെള്ളി 105 രൂപ. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ADMന്റെ മരണം, PP ദിവ്യയുടെ ജാമ്യാപേക്ഷയിൽ വിധി വെള്ളിയാഴ്ച. കോടതിയിൽ നടന്നത് ശക്തമായ വാദപ്രതിവാദങ്ങൾ. ADM കൈക്കൂലി വാങ്ങിയെന്ന ആരോപണത്തിൽ ഉറച്ച് ദിവ്യ. മോക്ക് ഡ്രില്ലിൽ അമ്പരന്ന് അഴീക്കോട് നിവാസികൾ. സുനാമി ജാഗ്രതാ മുന്നറിയിപ്പും ഒഴിപ്പിക്കലും തീരദേശത്ത് പരിഭ്രാന്തി. 1 മണിക്കൂറിലേറെ നീണ്ട മോക്ക് ഡ്രിൽ ഏകോപനവും ജനപങ്കാളിത്തവും കൊണ്ട് ശ്രദ്ധേയം. കോസ്റ്ററിക്കൻ യാത്രാ സംഘത്തിന് കോർപ്പറേഷനിലും യൂണിവേഴ്സിറ്റിയിലും സ്വീകരണം. യാത്ര ലോക സമാധാനത്തിനും അഹിംസക്കുമായി. പര്യടനം 2025 ജനുവരി 1 അവസാനിക്കും. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.